രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ നടന്നിരിക്കുന്നത് ഭയങ്കര തട്ടിപ്പല്ലേ? തീർച്ചയായിട്ടും ആണല്ലോ. ഭയങ്കര തട്ടിപ്പാണെങ്കിൽ അദ്ദേഹം പറയുന്നത് എന്താ? തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നാണല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണല്ലോ. ആ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത കളയുന്നതിന് ഈ തെളിവുകൾ കേൾക്കുന്നേ. ഈ ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തകർക്കുന്നതിന്, വിശ്വാസ്യത ഇല്ലാതെയാക്കുന്നതിന് ഈ വിഷയം മതിയല്ലോ, പ്രൂവ് ചെയ്താൽ മതിയല്ലോ. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചുമ്മാ ഒരാളിന് ഫേവർ ചെയ്യണ്ടല്ലോ. BJPക്ക് ഫേവർ ചെയ്യണമെങ്കിൽ വേറെ താല്പര്യം ഉണ്ടല്ലോ. ഈ സാധനം വെച്ചിട്ട് ഒരു കേസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മോദി രാജിവെക്കേണ്ടി വരത്തില്ലെന്നേ. ഈ ഇലക്ഷൻ കാര്യങ്ങളിൽ സർക്കാർ സംവിധാനത്തിനെ ദുരുപയോഗം ചെയ്തു എന്നതിന്റെ പേരിലാണ് ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ റദ്ദായത്. ആണല്ലോ. അതേ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യവും പൂട്ടും, നരേന്ദ്രമോദിയുടെ കാര്യവും പൂട്ടും. സുന്ദരമായിട്ട് രാഹുൽ ഗാന്ധിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് ഭരണത്തിൽ വരാം. എന്താ ചെയ്യാത്തെ? ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ മലയാള മാധ്യമങ്ങൾ അടക്കം പോയി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ തെറ്റാണ് എന്ന് തെളിയിച്ചിട്ട് അതിനെപ്പറ്റി ഒരു വിശദീകരണം നൽകാൻ പറ്റുന്നില്ല. ഞാൻ ഇതിനോടൊപ്പം ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ചർച്ച ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് എനിക്ക് എൻ്റെ ഭാഗത്ത് ഇത് പഠിച്ചതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കിപ്പം ചെറിയൊരു സംശയം തോന്നുകൊണ്ട് ഞാൻ ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ്. അതായത് പല മണ്ഡലങ്ങളിലും ആകെ പോൾ ചെയ്യപ്പെട്ട വോട്ടും അതുപോലെ തന്നെ ഇലക്ട്രൽ വോട്ടും തമ്മിൽ ആകെ പോൾ ചെയ്ത വോട്ടും ടോട്ടൽ അവിടെയുള്ള വോട്ടർമാരും തമ്മിൽ വലിയൊരു അന്തരം പല മണ്ഡലങ്ങളിലും വാർത്തയിലാണ് വന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാം തെറ്റാണ്. എല്ലാം 100% അങ്ങനെ നടക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ നടക്കില്ല. പല മണ്ഡലങ്ങളിൽ ഞാൻ പല വാർത്തകളിലും കണ്ടു. അങ്ങനെ പറഞ്ഞത് ടോട്ടൽ വോട്ട് ചെയ്ത വോട്ടും ആകെയുള്ള വോട്ടർമാരും തമ്മിൽ വലിയ അന്തരം ഉണ്ടെന്ന്. അങ്ങനെ ഇല്ല. അതായത് ആകെയുള്ള വോട്ടിനേക്കാൾ കൂടുതൽ ഒരൊറ്റ സ്ഥലത്തും ആകെ ഒരു മണ്ഡലത്തിലുള്ള വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നിങ്ങൾക്ക് മെഷീനിൽ ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് ഇതിനെ വെരിഫൈ ചെയ്യാനായി ശതമാനത്തിൽ വ്യത്യാസം വന്നിട്ടില്ലേ? ഇല്ല. ആ ശതമാനത്തിന്റെ കണക്ക് എന്താ നിങ്ങൾക്ക് അറിയോ? അതായത് ഇതിന്റെ കട്ട് ഓഫ് ടൈമിലാണ് ഒരു ശതമാനം എടുക്കുക. തെരഞ്ഞെടുപ്പിന്റെ കട്ട് ഓഫ് ടൈമിൽ നിങ്ങൾ ക്യൂവിൽ നിന്നിട്ടുണ്ടെങ്കിൽ ആ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ വോട്ട് ചെയ്യാം. അതായത് 6 മണിക്ക് കട്ട് ഓഫിൽ നിങ്ങൾ ശതമാനം എടുത്താൽ 6 മണിക്കകത്ത് നിങ്ങൾ ക്യൂവിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 7:30 വരെയും ക്യൂ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഈ സാധനം ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ആ 2 ദിവസം കഴിയുമ്പോഴാണ് ഈ വ്യത്യാസം വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വിശദീകരണം ഇറക്കിയിട്ടുണ്ടേ. അതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് ഇന്ന സമയത്ത് റെക്കോർഡ് ചെയ്ത് ഇന്നതാണ്. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കുള്ള റെക്കൺസിലിയേഷനിൽ ഇതാണ് വന്നിരിക്കുന്നത്. ഫാക്ച്വൽ ആയിട്ടുള്ള എറർ അല്ല എന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെളിവുകളുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ വിശ്വസിക്കേണ്ട, നരേന്ദ്രമോദിയെ വിശ്വസിക്കേണ്ട, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരെയും വിശ്വസിക്കേണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിയുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർഷ്വാലിറ്റി ഇല്ലെന്നാണ് പറയുന്നത്. അല്ല, പാർഷ്വാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ തെളിയിക്കണ്ടേ? അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് നമുക്ക് കൺമുന്നിൽ കാണുകയല്ലേ. ഒരെണ്ണം പറയും. നരേന്ദ്രമോദി പറയുന്ന വർഗീയ പരാമർശങ്ങളെ വളരെ ലഘൂകരിക്കുകയും അതിന് എതിരായിട്ട് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളെ വലിയ രീതിയിൽ വക്രീകരിച്ച് കാണിക്കുകയും അദ്ദേഹത്തിന് നിയമ നടപടികൾ സ്വീകരിക്കുക. എത്ര എണ്ണം രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വർഗീയ പരാമർശത്തിന്റെ പേരിൽ എവിടെ കേസെടുത്തിരിക്കുമല്ലോ? എനിക്ക് തോന്നുന്നു മാപ്പ് പറയിപ്പിച്ചില്ലേ? മാപ്പ് പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാപ്പ് പറയണം എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു. അല്ല, മാപ്പ് പറയണം എന്ന രീതിയിൽ വരെ ഒരു പരാമർശം നടത്തിയിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ എല്ലാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി രാജസ്ഥാനിൽ മുസ്ലിം സമുദായത്തിനെതിരായിട്ട് പരാമർശം നടത്തി എന്നുള്ള സംശയമൊന്നുമില്ലല്ലോ. നുഴഞ്ഞു കയറ്റപ്പെട്ട് വന്നവരാണ്, പെറ്റുപെഴുകുന്നവരാണ് എന്നുള്ള രീതിയിൽ പരാമർശം നടത്തിയിട്ട് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ ഇടപെട്ടില്ല എന്നാ ഷാഹുൽ അത് പറഞ്ഞേ? രാജസ്ഥാനിൽ ഈ 2024 തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഏത് ഡേറ്റിലാ പറഞ്ഞേ? ആ ഡേറ്റ് കറക്റ്റ് ഒന്നും ഓർത്തിപ്പോ നമുക്ക് പറയാൻ സാധിക്കില്ല. ഡേറ്റും വേണം. എന്താണെന്നറിയോ? തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വെറുതെ ഒരു കുഞ്ഞുകളിയല്ല. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ കുറിച്ചോ? തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അതിനെ കുറിച്ച് പഠിക്കാത്ത ആളായിരിക്കില്ല ശ്രീത്തേട്ടൻ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ നടത്തുന്ന ഏത് കാര്യത്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേസെടുക്കാൻ പറ്റുക? അതൊന്ന് പറയൂ ഷാഹുൽ, എന്ന് പറയും. അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കാര്യത്തിൽ കേസെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത്, നടപടി എടുക്കാൻ പറ്റുന്നത് ഏത് സമയം? അതായത് ചട്ടലംഘനപരമായിട്ടുള്ള എന്ത് ചട്ടലംഘനം എപ്പോഴാണ് വരിക? ചട്ടലംഘനം അത് വ്യക്തിപരമായിട്ട് ചട്ടലംഘനം എപ്പോ വരും? ഒരു സമുദായത്തിനെതിരെയുള്ള അധിക്ഷേപങ്ങളാവാം, അതെല്ലാം ചട്ടലംഘനത്തിൽ വരുന്നല്ലേ. അപ്പൊ അത്തരത്തിൽ വലിയ അധിക്ഷേപമല്ലേ നടത്തിയ? ചോദ്യം കേട്ടിട്ട് പറയൂ, ചട്ടലംഘനം എപ്പോ വരും? അത് നിങ്ങൾ പറയൂ, എനിക്കറിയില്ല. ചട്ടലംഘനം എങ്ങനെയാണ് വരുന്നത്? ചട്ടലംഘനം വരണമെങ്കിൽ ചട്ടം വരണം. ചട്ടമാണ് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട്. മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വരുന്നത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമ്പോഴാണ് അല്ലേ? അപ്പൊ ഏത് സമയത്ത് അത് വന്നേ? അല്ല, അത് പരാമർശം നടത്തിയിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും ഇലക്ഷന്റെ സമയത്ത് തന്നെയാണ്. ഇലക്ഷന്റെ സമയമെന്നല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ആ ഒരു പരാമർശം പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പരാതികൾ വരുമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതുപോലെ 2019 എന്റെ ചങ്ങാതി, നിങ്ങൾ ഈ ഒരു ചോദ്യത്തിൽ നിൽക്കാതെ നിങ്ങൾ ചാടിപ്പോന്ന എന്തിനാ? ഞാൻ അതിന് മറുപടി പറയുമ്പോൾ അതിന് മറുപടി പറയൂ. ഞാൻ മറുപടി കൃത്യമല്ല, നിങ്ങളുടെ ചോദ്യം ശരിയല്ല.